കൂട്ടുകാരിങ്ങനെ കത്തിക്കാൻ കലോർത്തിരിക്കരുത്. എന്നാൽ ഞാൻ കഥ പറയാം. പണ്ട് പണ്ട് ഞാൻ പറയുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലതിൽ തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നല്ല ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന്റെ ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവ് മന്ത്രി ഭടന്മാരും അങ്ങനെ ഒരു ദിവസം രാജാവിന്റെ കൈമുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. മന്ത്രി പറഞ്ഞ് അത് നല്ലത് തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈമുറുകി ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെയെന്ന് പറയുന്നത്? ഈ മന്ത്രിനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കൂ. രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. മന്ത്രി പറഞ്ഞു അതും നല്ലത് തന്നെ. രാജാവ് നയാട്ട് തീർന്നു. പെട്ടെന്നതാ ഒരു സിംഹം രാജാവിന്റെ ഭടന്മാർ നാല് ഭാഗത്തും ചിതറിയോടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ചു വിറച്ചു തന്നിട്ട് വീഴുന്നു. സിംഹം രാജാവിന്റെ അടുത്ത് വന്ന് രാജാവിനെ വണത്തു നോക്കി. ചോരമണമുള്ള മാംസം സിംഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നു പോയി. രാജാവ് ആലോചിച്ച് തൻ്റെ കൈമുറിഞ്ഞ് ചൊരവൊന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരോട് പറഞ്ഞു മന്ത്രിയെ ജയിലിൽ നിന്ന് ഇറക്കി. രാജാവ് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റി. എൻ്റെ കൈമുറിഞ്ഞ് ചൊരവൊന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നേനെ. മന്ത്രി പറഞ്ഞു താങ്കൾ എന്നെ ജയിലിലടച്ചില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നേനെ. എനിക്ക് മരത്തിൽ പോലും കയറാൻ അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലത് വേണ്ടി തന്നെ. താങ്ക് യു.